ഹായ്, നമ്മളൊരു കല്യാണത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ നിൽക്കുകയാണെന്ന് വിചാരിക്കും. അവിടെ നമ്മുടെ കുട്ടിയുടെ അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി വന്ന് തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറയുകയും പാട്ടുകൾ പാടുകയും കൃത്യമായി സംസാരിക്കുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ബന്ധുക്കളാകാം അല്ലെങ്കിൽ ആ ഫംഗ്ഷന് വന്ന അയൽവാസികളോ മറ്റോ ആകാം. നമ്മളോട് ചോദിക്കും ഇവനെന്താ ഒന്നും മിണ്ടാത്തെ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയോട് ചോദിക്കും അമ്മയെ ഒന്ന് വിളിച്ചേ, നിന്റെ പേരെന്താ? എന്നാൽ നമ്മുടെ കുട്ടി ഒന്നും മിണ്ടാതെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയെന്നാൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മുടെ മനസ്സൊന്ന് വേദനിക്കില്ലേ? എൻ്റെ കുട്ടിക്ക് 18 മാസമായി, ഇതുവരെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ പപ്പ എന്നല്ലാതെ വേറൊന്നും കുട്ടി പറയുന്നില്ല. മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് നമുക്ക് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റ് പൂർണ്ണമായി മനസ്സിലാക്കി ദിവസവും വീട്ടിൽ വെറും 10 മിനിറ്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന 8 ഗെയിമുകളും ഒപ്പം ശരിക്കും എപ്പോഴാണ് രക്ഷിതാക്കൾ പേടിക്കേണ്ടത് എന്നുള്ള സ്പീച്ച് ഡിലേ റെഡ് ഫ്ലാഗ്സുമാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ സംസാരം ശരിയായ ട്രാക്കിലാണോ പോകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. കുട്ടികളുടെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമയമാണ് ജനനം മുതൽ 5 വയസ്സ് വരെ. തലച്ചോറിലെ ഭാഷയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളായ ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ വികസിക്കുന്നത് ഈ സമയത്താണ്. ഒരു കുട്ടിക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവരുടെ വാശിയും കരച്ചിലും പാതി കുറയും. കാരണം തനിക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് നമ്മളോട് പറയാൻ കഴിയും. കുട്ടി സംസാരിക്കാൻ വൈകിയാൽ അത് അവരുടെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും മറ്റു കുട്ടികളോട് ഇടപഴകാനുള്ള അവരുടെ കഴിവിനെയും നന്നായി ബാധിക്കും. ഇനി പണ്ടത്തെ കാലത്ത് കുട്ടികൾ എങ്ങനെയാണ് ഇത്ര വേഗം സംസാരിച്ച് തുടങ്ങിയിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ആരും ഇങ്ങനെയുള്ള 10 മിനിറ്റ് ഗെയിമുകളോ സ്പീച്ച് തെറാപ്പിയോ ഒന്നും ചെയ്തിരുന്നില്ലല്ലോ. നമ്മളൊക്കെ വളർന്നു വന്നത് കൂട്ടുകുടുംബങ്ങളിലാണ്. വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയും അമ്മാവന്മാരും അവരുടെ കുട്ടികളുമൊക്കെ ഉണ്ടാകും. വീട് എപ്പോഴും ആളുകളെ കൊണ്ടും ബഹളങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കും. കുട്ടിയെ ഒക്കത്തിരുത്തി മുറ്റമടിക്കുമ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴുമൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. രാത്രി ഉറങ്ങാൻ നേരം ഒരുപാട് മുത്തശ്ശി കഥകൾ കേൾപ്പിക്കുകയും ചെയ്യും. പാട്ട് പാടിക്കൊടുക്കും. അതായത് കുട്ടി ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ അവരുടെ ചുറ്റും മനുഷ്യന്മാരുടെയോ മൃഗങ്ങളുടെയോ മറ്റെന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളുണ്ടായിരിക്കും. ആ ഒരു സാഹചര്യം കുട്ടിയുടെ തലച്ചോറിന് വലിയ രീതിയിലുള്ള ഉത്തേജനം നൽകിയിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയില്ലേ? നമ്മൾ ചിലരെങ്കിലും ഫ്ലാറ്റുകളിലോ അണുകുടുംബങ്ങളിലോ ആയി. അച്ഛനും അമ്മയും ജോലി തിരക്കിലുമായി. കുട്ടികൾക്ക് കളിക്കാനോ സംസാരിക്കാനോ കൂട്ടിനോ ആളില്ല. സംസാരിക്കാൻ മുത്തശ്ശിമാരില്ലാത്ത കുറവ് നികത്താൻ നമ്മൾ എളുപ്പവഴിയായി കുട്ടികളുടെ കയ്യിൽ ഫോണോ ടി വിയോ വെച്ച് കൊടുത്താൽ ഫോൺ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികളിൽ സ്പീച്ച് ഡിലേ ഇത്ര അധികം കൂടി വരുന്നത്. പണ്ട് നമുക്ക് മുത്തശ്ശിമാർ സ്വാഭാവികമായി കുട്ടികൾക്ക് നൽകിയിരുന്ന ഈ സംസാര സാഹചര്യം ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആ 10 മിനിറ്റ് ഗെയിമുകൾ നമ്മൾ ദിവസവും ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ കുട്ടി ഈ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ്. ജനനം മുതൽ 12 മാസം വരെ കുട്ടി കളിക്കുമ്പോൾ ബബ്ബബ്ബ, ദദ്ദദ്ദ എന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി തന്നെ അമ്മ, പപ്പ എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി 12 മാസം മുതൽ 18 മാസം വരെ കുറഞ്ഞത് 10 മുതൽ 20 വാക്കുകളെങ്കിലും കുട്ടി പറയുന്നുണ്ടോ നോക്കുക. അവർക്ക് വേണ്ട സാധനങ്ങൾക്ക് നേരെ അവർ വിരൽ ചൂണ്ടി കാണിക്കുന്നുണ്ടോ, പോയിൻറ്റിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി 18 മുതൽ 24 മാസം വരെ 50-ലധികം വാക്കുകൾ കുട്ടി അറിയുക. 2 വാക്കുകൾ ചേർത്ത് പറയുക. ഉദാഹരണത്തിന് അമ്മയവ, പപ്പ പോയി, വെള്ളം താ എന്നൊക്കെ. 24 മുതൽ 36 മാസം 2 മുതൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാചകങ്ങൾ പറയുക. ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക. എവിടെ പോയി, എപ്പോൾ വരും. അതുപോലെ 3 മുതൽ 5 വയസ്സ് വരെ മുതിർന്നവരെ പോലെ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കുകയും കഥ രൂപത്തിൽ പറയുകയും ചെയ്യുക. ഇനി കുട്ടിക്ക് സംസാരം എളുപ്പത്തിലാക്കാൻ പറ്റുന്ന 8 ഗെയിമുകൾ നോക്കാം. ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ദിവസവും 10 മിനിറ്റ് മാത്രം മതി. 70 മുതൽ 80% കുട്ടികളിലും യാതൊരു മരുന്നുകളുമില്ലാതെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഗെയിമിലൂടെ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി മിറർ ടോക്ക് ഗെയിം. 6 മാസം മുതൽ ഇത് പരിശീലിക്കാം. കുട്ടിയെയും എടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് കണ്ണാടി നോക്കി പലതരം മുഖഭാവങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ചുണ്ട് കൂർപ്പിച്ച് ഊ അല്ലെങ്കിൽ വായ തുറന്ന് ആ ആ എന്നൊക്കെ പറയുക. കുട്ടി ഇത് അനുകരിക്കാൻ ശ്രമിക്കും.
രണ്ടാമതായി ബബിൾ പ്ലേ ഗെയിം 9 മാസം മുതൽ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ബബിൾസ്. ബബിൾസ് ഊതി വിടുമ്പോൾ അത് പിടിക്കാൻ വരും. അപ്പോൾ നിങ്ങൾ പറയുക, ദേ നോക്കിയേ പൊട്ടി, വീണ്ടും ഊതണ, ഊത് ഊത്. ഇങ്ങനെ ആ വാക്കുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കൂടി ശ്രമിക്കുക. മൂന്നാമതായി ഒബ്ജക്റ്റ് നെയിമിംഗ് ഗെയിം 12 മാസം മുതൽ. ഫ്ലാഷ് കാർഡുകൾക്ക് പകരം വീട്ടിലെ യഥാർത്ഥ സാധനങ്ങൾ വെച്ച് കളിക്കുക. കുട്ടിക്കൊരു പന്ത് കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കാതെ കണ്ണിലേക്ക് നോക്കി പറയുക, ദാ പിടിച്ചോ പന്ത്. എന്താണിത്? പന്ത്. അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായി സോങ് ആൻഡ് ആക്ഷൻ റൈംസ് 15 മാസം മുതൽ. ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ആക്ഷനോടുകൂടി കുട്ടിയുടെ കൂടെ പാടാനും ആടാനും തുടങ്ങുക. പാട്ടിൻ്റെ അവസാനം നിങ്ങൾ നിർത്തുമ്പോൾ ആ വാക്ക് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമിക്കുക. ഉദാഹരണത്തിന്, ഓൾഡ് മാക്ഡൊണാൾഡ്സ് ഹാഡ് എ ഫാം, ഇയ ഇയ ഓ. ആ ലാസ്റ്റത്തെ ഓ അവരെ കൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അഞ്ചാമതായി പിക്ചർ ബുക്ക് പോയിൻറ്റിങ് 18 മാസം മുതൽ. ഒരുപാട് ചിത്രങ്ങളുള്ള വലിയ പുസ്തകങ്ങൾ കാണിക്കുക. എന്നിട്ട് അതിൽ പശുവിനെ കാണിച്ച് ചോദിക്കുക, ഇതിൽ പശു എവിടെ, പശു എങ്ങനെയാണ് കരയുക എന്നൊക്കെ. ആറാമതായി ഐ സ്പൈ ഗെയിം. പുറത്തു പോകുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ കളിക്കാം. അമ്മ ചോദിക്കേണ്ടത്, ആ ചുവരിൽ ഒരു ചുമന്ന സാധനം കാണുന്നുണ്ടല്ലോ, എന്താണത്? അതെ, ക്ലോക്ക്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ശ്രദ്ധയും വാക്കുകളും കൂട്ടുന്ന തരത്തിലുള്ള കളിയാണ്. ഇനി ഏഴാമതായി പ്രിറ്റൻഡ് പ്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ള ഡോക്ടർ കളിയോ നഴ്സ് കളിയോ മീൻകാരൻ കളിയോ. അങ്ങനെ ഉദാഹരണത്തിന് നമ്മൾ രോഗിയും കുട്ടിയെ ഡോക്ടറുമാക്കുക. കാര്യങ്ങൾ ചോദിച്ച് ആശയവിനിമയം നടത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. എട്ടാമതായി സ്റ്റോറി കംപ്ലീഷൻ ഗെയിം. ഉദാഹരണത്തിന് ഒരു കഥ നമ്മൾ പറയുകയും കുട്ടികളെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഞാനും നീയും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി, ഇനി എന്ത് ചെയ്തു? അപ്പോൾ കുട്ടി പൊതുവെ പറയും, ക്യാഷ് കൊടുത്തു, തിരിച്ചു വന്നു എന്നിങ്ങനെയൊക്കെ. ഇനി എപ്പോഴാണ് പേടിക്കേണ്ടത്? ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, താഴെ കാണുന്ന റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. 12 മാസം കഴിഞ്ഞിട്ടും കുട്ടി ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയോ സാധനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കുകയോ ചെയ്യുക. അതുപോലെ 18 മാസം കഴിഞ്ഞിട്ടും അർത്ഥവത്തായ 10 വാക്കുകൾ പോലും പറയാതിരിക്കുക. അതുപോലെ 24 മാസം, അതായത് 2 മാസം കഴിഞ്ഞിട്ടും 2 വാക്കുകൾ ചേർത്ത് കുട്ടി പറയാതിരിക്കുക. ഒപ്പം തന്നെ പേര് വിളിച്ചാൽ നോക്കാതിരിക്കുക, കണ്ണിൽ നോക്കാതിരിക്കുക, അമിതമായ വാശി, മറ്റു കുട്ടികളോട് കളിക്കാൻ താല്പര്യമില്ലായ്മ, ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ അത് ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ കാരണമാകാം. അതുകൊണ്ട് തന്നെ വെറുതെ കാത്തിരുന്ന് സമയം കളയാതെ RCA അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഉറപ്പ് വരുത്തി അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ കുട്ടിക്ക് നൽകാനും ശ്രദ്ധിക്കുക. ഇനി മാതാപിതാക്കൾ സാധാരണയായി ചെയ്യുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ആൺകുട്ടിയല്ലേ, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഈ ഒരു വാക്ക് കേട്ട് വെറുതെ കാത്തിരുന്ന കുട്ടിയുടെ വിലപ്പെട്ട സമയം കളയരുത്. രണ്ടാമതായി, സ്ക്രീൻ ടൈം കൊടുത്ത് പഠിപ്പിക്കുക. കോക്കോ മിലോൺ പോലെയുള്ള വീഡിയോകൾ കാണിച്ച് കുട്ടി സംസാരിക്കാൻ പഠിക്കില്ല, അത് സംസാരം കൂടുതൽ വൈകിക്കുകയേ ഉള്ളൂ. മൂന്നാമതായി, നിർബന്ധിക്കുക. നിങ്ങളുടെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറയ് അമ്മ എന്ന് എന്നൊക്കെ ഫോഴ്സ് ചെയ്യരുത്. സംസാരം എന്നത് ഭീഷണിയല്ല, അതൊരു സന്തോഷമായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 10 മിനിറ്റ് ഗെയിമുകൾ കുട്ടിക്കൊപ്പം കളിച്ചു തുടങ്ങുക. ഈ ഗെയിമുകളുടെ മുഴുവൻ ലിസ്റ്റും ഡെയിലി ട്രാക്ക് ചെയ്യാനുള്ള ഷീറ്റും റെഡ് ഫ്ലാഗ് ചെക്ക് ലിസ്റ്റും അടങ്ങിയ ടോയ് ടോക്സിൻ്റെ ഫ്രീ പ്രിൻ്റബിൾ സ്പീച്ച് ഡെവലപ്മെൻറ്റ് 10 മിനിറ്റ്സ് ഗെയിം ചാർട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ സ്പീച്ച് എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. കുട്ടിയുടെ സംസാരവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വൈകാതെ ഒരു എക്സ്പേർട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതാണ്. അതിന് താഴെയും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.